ഇത് എലവത്തൂർ പാലം. എലവത്തൂർ പാലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശിവം, ബിജിമേനോൻ്റെ ശിവം എന്നുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ ഷൂട്ടിങ് നടന്ന സ്ഥലമാണിത്, ശിവം. നിങ്ങൾ കണ്ടാലേ അറിയാൻ പറ്റും. ബിജിമേനോൻ്റെ ശിവം എന്നുള്ള സിനിമ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ പാലാണിത്. ഇതാണ് നമ്മുടെ നാട്, എലവത്തൂർ. എന്താ രസം അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ചേറ്റുവ പുഴയാണ് ഈ പോണത്. ഇവിടെ നിന്ന് നേരെ പോണത്, ഈ പുഴ നേരെ പോണത് ചേറ്റുവലിക്കല്ല. ഇതിങ്ങനെയാണ്ട് നേരെ പോവും. ഇവിടെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ എലവത്തൂർ കായലിൻ്റെ കരക്കലുണ്ടൊരു കൈത മുറുക്ക് മുള്ളും കൊണ്ടൻ കൈമുറിഞ്ഞ നേരം. അപ്പോൾ ആ പാട്ട് എഴുതിയത് അറുമുഖൻ എന്താ വെങ്കടങ്ങ അങ്ങനെ എന്താണ്ടാണ് ആളെ പേര്. ആൾ മരിച്ചു പോയി. നമ്മൾ നേരെ എലവത്തൂർ എന്നുള്ള സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗിയാണ് കാണുന്നത്. എല്ലാവരും വരും. ആ നമ്മുടെ എലവത്തൂരിൻ്റെ ഭംഗി. നമ്മളെ എലവത്തൂരിലെ ബെസ്റ്റ് ചായക്കട എന്താ, അതും ഈ പാടത്ത് അല്ലേ. നോക്കിയേ, ലൈവല്ല, പാടത്ത്. അതായത് ഇത്രയും പുഴയും പാടവും അങ്ങനെയൊക്കെ നിൽക്കുന്ന നേരത്ത് ഇതാണ് ചായക്കട മുതലാളി. എങ്ങനെ മഴക്കാലത്ത് ചുക്ക് കാപ്പി, അതെ, സെറ്റപ്പ്. നമ്മുടെ എലവത്തൂരിലെ മെഗാ ഹിറ്റ് ചായക്കട ഇതാണത്, കണ്ടില്ലേ. നല്ല ലൊക്കേഷനാണ്, നല്ല ചായക്കടയാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതേ നമ്മളെ സുബിൻ്റെ ലോട്ടറി കട. ഈ ലോട്ടറി കടയിൽ $40-50 ബ്ലോക്ക് ഉണ്ട്. വെസ്റ്റ്. ആ അതെ, നമ്മളെ മുതലാളി സുബി. അതെ. ആ ഞാനാ അല്ലല്ല, നമ്മളെ എലവത്തൂര് നമ്മളെ പരിചയപ്പെടുത്തണ്ടേ. എന്താ പറയാനുള്ളത്, എന്താ പറഞ്ഞു. അതായത് അല്ലല്ല, നിങ്ങൾ എത്ര കൊല്ലായി ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട്? 5 കൊല്ലായി. ഇതിലെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള്? 10 പൈസ കിട്ടുന്നില്ല. ദയനീയാണ്, ഒരു കാര്യമില്ല. അത് ശരി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ഇതൊരു ലോട്ടറി ഇങ്ങനെ കാര്യങ്ങൾ, അതിൽ അവിടെ തുടങ്ങാം ഇവിടെ തുടങ്ങാം. അതെ, അതാണ് സംഭവം. അല്ലാതെ കേരള ലോട്ടറി കൊണ്ട് ഒരു കാര്യമില്ലാന്ന് പറഞ്ഞത്. ആ അപ്പോൾ നിങ്ങൾക്ക് 5000 അടിച്ചിട്ട് എത്ര നാളായി? ഇപ്പോൾ 15 ദിവസമായി. ഒരു ദിവസം എത്ര രൂപ? 25 സെറ്റ് ടിക്കറ്റ് എത്ര രൂപ വരും? 12,500 രൂപ ടിക്കറ്റ് വിറ്റിട്ട് ഒരു ദിവസം അടിച്ചിട്ടില്ല. ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് മുന്നാണ് 5000 അടിച്ചത്. ഇതിലടിച്ചിട്ടില്ല. ഓക്കെ. ആ അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ സാധാരണക്കാരൻ്റെ ഗതി എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മനസ്സിലാവണ്ട. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ 40, 5, 4, 9, 40-50 അല്ലെങ്കിൽ 40-59 എടുത്തു. അപ്പോൾ അതെടുത്ത ആൾക്കാർക്ക് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞത്. കാരണം 12,500 രൂപ ടിക്കറ്റ് വിറ്റാൽ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. എന്താ ചേക്ക, എന്താണ് എനിക്ക് ഇഷ്ടല്ലേ? ആ അതന്നെയാണ്. ആരാ? ഷമീർ. പിന്നെന്താ, നമ്മളെ സഹായിക്കണ്ടടാ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. MGT
നമ്മളെ എലവത്തൂരിൻ്റെ ഭംഗി നമ്മളെ നാട് അത് സെറ്റപ്പ് ചെയ്യുക. അമ്പാ നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? ആ കുറെ പൂവാലന്മാർ തെണ്ടികൾ ഒരു കാര്യമില്ല. അതെങ്ങനെയുണ്ട്? നല്ല ലൊക്കേഷനാ, സെറ്റപ്പാ. നമ്മുടെ എലവത്തൂർ ഇവിടെ നമ്മൾ ഇവിടെ രണ്ടാൾ എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ആ വ്ളോഗൊന്നും അല്ലെങ്കിലും ചെറുതായിട്ട് ആ നമ്മുടെ ഗ്രാമം അതൊന്നും എലവത്തൂർ പാട്ട് മാത്രമേ കേട്ടുള്ള ആൾക്കാർ. നമ്മളെ എലവത്തൂരിൻ്റെ ഭംഗി കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ അതിങ്ങനെ പിടിക്കുക. ആരാ പോയിട്ടുള്ളത്? ആ ആ മന്തിക്ക് പറ്റാ? ആ അവർ നീന്തി പോയാ? അപ്പൊ മന്തിക്ക് പെറ്റ് വെച്ചിട്ട് അവർ നീന്തിക്കൊണ്ടിരിക്കാണ്. അവരവിടെ എത്തുവോ? എന്നാ ശരി, ഓക്കെ. ആ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബെസ്റ്റ് ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോണത്. നമുക്ക് ബെസ്റ്റ് തട്ടുകട. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്താ ഓക്കെ. അവനറിയാം ഇതാ പറഞ്ഞു കൊടുക്ക്. ആ ആ ഒക്കെ വരും. ഇവിടെ വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അതായത് മോഹൻലാലിൻ്റെ വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. 8 നിലയിൽ പൊട്ടിയ പടമാണ്, മനസ്സിലായ? അത് ഇവിടെ വന്നിട്ട് അന്നത്തെ കാലത്ത് ലാലേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ എന്ന് വിചാരിച്ച അന്നത്തെ കാലത്ത് മൊബൈലില്ല, നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ടും അതുപോലെ ഒരുപാട് സീനുകളൊക്കെ ഈ ഒരു പാലത്തിലും അതല്ലെങ്കിൽ ആ ഒരു പാടത്തും അവിടെയൊക്കെ വെച്ച് എടുത്തിട്ടുള്ളൊരു സംഭവമാണ്. 8 നിലയിൽ പടം പൊട്ടി ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ വന്നത് നമ്മുടെ നാട്ടിൽ ഒരു ബെസ്റ്റ് ഒരു തട്ടുകടയുണ്ട്. ഇതേ ആ കാണുന്ന ഒരു തട്ടുകട, മനസ്സിലായ? അത് ആൾ ബോംബെയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഇതേ കാണുന്നില്ലേ, ആ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, അതാണ് ആ തട്ടുകട. ബോംബെയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ആളെ സ്പെഷ്യലായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് എടുക്കാൻ പോവാം. എന്താണ് സംഭവം? ആ സേതലിക്ക, എന്താണ് വിശേഷം? സുഖല്ലേ? ബോംബെയിലൊക്കെ നിന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഇവിടെ ഏറ്റവും വലിയ സ്പെഷ്യല്? എനിക്ക് നല്ലൊരു സ്പെഷ്യൽ എന്താണെന്ന് ചേട്ടൻ കടിയേ. ഇതിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോണത്? കൊള്ളിമുട്ടയും. നമ്മുടെ നാട്ടിലെ സ്പെഷ്യലാണോ ബോംബെ സ്പെഷ്യലാണോ?
നാട്ടിലെ സ്പെഷ്യലി കളിയല്ലേ ഇവിടെ കറണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റി സൈലിക്ക? ആ ബാറ്ററി ചാർജ് ആയിട്ടില്ല. ഏകദേശം 6 മണിയായി. കാരണം എല്ലാവരും 6 മണി 7 മണി നേരത്താണ് ഇതിനെ ഇറങ്ങുക. എന്താ കാരണം ലൊക്കേഷൻ അങ്ങനത്തെ ലൊക്കേഷനാണ്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ആളെ ഒരു വെറൈറ്റി സാധനമാണ്. എന്താ ചില്ലി ഇത് ബോംബെയിലൊക്കെ കിട്ടുന്ന സാധനമാണ്. നമ്മുടെ കേരളത്തിൽ അപൂർവം കിട്ടുള്ളൂ. കാരണം ആൾ ബോംബെയിലൊക്കെ നിന്നിട്ടുള്ളതുകൊണ്ട് ആൾക്ക് നല്ല പരിചയമാണ്. ബോംബെയിലൊരു 10-15 കൊല്ലം നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൽ ബോംബെ സ്പെഷ്യൽ നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തി സെയ്ദ് അൽവിക്ക. മുല്ലശ്ശേരി എലവത്തൂർ റോഡ്, എലവത്തൂരാണ് സ്ഥലം, പക്ഷേ മുല്ലശ്ശേരി റോഡ്. ഇവിടെ വാമനപുരം ബസ് റൂട്ട് എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത്. അതുപോലെ ജിഞ്ചർ എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ശിവം ബിജിമേനോൻ്റെ സിനിമ. അപ്പോൾ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നമ്മൾ ഈ സൈഡിലുള്ള തട്ടുകടയാണ്. ഈ തട്ടുകടയുടെ പേരെന്താ? അറുമുഖന ധാരാവിയ വെസ്റ്റ് ധാരാവി തട്ടുകട. അതിവിടെ എഴുതി വെക്കുക തന്നെ വേണം, എഴുതി വെച്ചിട്ടില്ല. കാരണം തൊട്ടപ്പുറത്തൊരു തട്ടുകടയുണ്ട്, ചായക്കട. അതിൽ ഷൺമുഖനാണ്. അറുമുഖൻ ഗജമുഖൻ ചായക്കട. നമ്മളെ ഇക്കാൻ്റെ മുഖം കാണുന്നില്ല, എങ്കിലും മുഖം കാണുന്നില്ലെങ്കിലും സാധനം ഐറ്റംസ് സൂപ്പർ സാധനമാണ്. എവിടെ? ആ രാത്രിയായി. കാരണം ലൈറ്റ് ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വയറ് വിട്ടുകൊണ്ട് പെർഫെക്റ്റ് ഇല്ല. എങ്കിലും ആളെ സാധനം എത്ര ഇരുട്ടത്തായാലും പൂച്ചയെ പോലെ കണ്ണ് കാണും. സെറ്റപ്പാണ്. ചില്ലി ചിക്കനും കൊള്ളിയും ബോംബെ സ്പെഷ്യല്, അതും കേരളത്തിൽ കലക്കി. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് കാശും കൊടുക്കണ്ട അല്ലേ? ഭയങ്കര ഇരുട്ടായി. നമ്മളെ വീഡിയോ ക്ലാരിറ്റി ഇല്ല. ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്.